എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് LG ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒരു PCB ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു PCBയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലേ ആൻഡ് പോസ് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ പ്രഷർ സെൻസറും പിന്നെ ടെമ്പറേച്ചർ സെൻസറും ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ പവർ കൊടുത്തു. ഞാൻ പവർ ഓൺ ചെയ്യണം. ഓക്കെ, പവർ ഓൺ ചെയ്ത് പ്ലേ ബട്ടൺ അമർത്തി ഈ ഡയലിലുള്ള എല്ലാ ലൈറ്റുകളും കത്തിക്കഴിഞ്ഞാൽ ഈ ഡയലിലുള്ള എല്ലാ ലൈറ്റും കത്തിയിട്ട് നമ്മൾ പ്ലേ ബട്ടൺ അമർത്തുന്ന സമയത്ത് ഡയറക്റ്റ് ഇത് സ്റ്റാർട്ടിലോട്ട് പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുന്നു, സ്റ്റാർട്ട് ആവുന്നില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇനി ഞാൻ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എല്ലാ ബട്ടണും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻസെറ്റീവ്, ഇൻക്രീസ് കെയർ അത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പിൻ ഓപ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, ടെമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, ഡിലേ സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലേ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ ബട്ടണിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നറിയാം. അതായത് ഈ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ എന്തെങ്കിലും ഒരു കോട്ടൻ്റെ ഒരു ഓപ്ഷനിൽ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേ ബട്ടൺ ഇത് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ആ ലൈറ്റെല്ലാം അണഞ്ഞുണ്ടോ? അതായത് ഈ ബട്ടൺ ഓക്കെ ആണ്, ഈ സ്വിച്ച് വർക്കിംഗ് കണ്ടീഷനാണ്. ഈ സ്വിച്ചിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ബോർഡാണ്. അപ്പോൾ നമുക്ക് ഈ ഇത് അഴിച്ച് ഇതിൻ്റെ ആ ഫ്രണ്ട് പാനൽ ബോർഡ് എടുക്കാം. ആദ്യം പവർ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ ഒരു ബോർഡ് അഴിച്ചിട്ട് ഇതിൻ്റെ ഈ ഫ്രണ്ട് പാനൽ ബോർഡ് എടുക്കണം. ഇതൊക്കെ രണ്ടാമത് വേലി കടിച്ചിട്ട് വയറിങ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഈ ഫ്രണ്ട് പാനൽ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഓക്കെ. ഇനി ഈ ബോർഡ് ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കണം. ഇങ്ങനെ ഈ ഫ്രണ്ട് ബോർഡ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് വർക്കിംഗ് ആണ്. അത് നമുക്കൊന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്ററിൽ ആ സ്വിച്ച് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അതിൽ എത്ര ഓംസ് വരുന്നുണ്ട് എന്ന് നോക്കാം. 00 ഓംസ്. സ്വിച്ച് കറക്റ്റ് വർക്കിംഗ് ആണ്. ഇനി ഇവിടെ വരുന്ന ഈ ഡയോഡ്, ഇപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ ഡയോഡ് മോഡിലിട്ടിട്ട് 552 തിരിച്ച് റിവേഴ്സിൽ ഓക്കെ. കറക്റ്റ് ഒന്നും റിവേഴ്സ് പൊളാരിറ്റി കാണിക്കുന്നില്ല. ഇനി ഓംസ് മോഡിലിടുക. ഇതാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യം. ഇവിടെ വരുന്ന ഈ LED അതായത് ഈ സ്റ്റാർട്ട് സ്വിച്ചിൻ്റെ കണക്ഷനിൽ ഈ ഡയോഡ് കഴിഞ്ഞിട്ട് വരുന്ന ഈ കണക്ഷനുകളിൽ LED ഓംസ് ചെക്ക് ചെയ്യുക. ഇതിലെത്ര ഓംസ് വരുന്നുണ്ട്? 1.6 ഓംസ്, 6K കിലോ ഓംസ് ആണ് കാണിക്കുന്നത്. ഇതിൽ 8 മെഗാ ഓം. അടുത്ത LED 10 മെഗാ ഓം. അടുത്ത ഇതിൽ 11 മെഗാ ഓം. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു LED 1.6 കിലോ ഓംസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്തിട്ട് തിരിച്ച് ഓൺ ചെയ്യുന്നു.
ടെമ്പറേച്ചർ സെൻസറിൻ്റെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാർട്ട് കൊടുത്തിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഡയോഡ് കംപ്ലൈൻ്റ് ഇല്ല, ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ഇല്ല, LED കറക്റ്റായിട്ട് കത്തുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു IC കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും സ്റ്റാർട്ട് വർക്ക് ചെയ്യില്ല. ഈ ഒരു LED കംപ്ലൈൻറ്റ്, ഈ ഒരു സൈഡിലുള്ള LED കംപ്ലൈൻ്റ് ആയാലും സ്റ്റാർട്ട് വർക്ക് ചെയ്യില്ല. ഈ ഒരു ഡയോഡ് പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് വർക്ക് ചെയ്യത്തില്ല. ഈ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും സ്റ്റാർട്ട് വർക്ക് ചെയ്യത്തില്ല. അതായത് പ്ലേ പൗസ് ബട്ടൺ വർക്ക് ചെയ്യത്തില്ല. ഇപ്പോൾ ഇവിടെ വരുന്നതിൽ ഈ എല്ലാ 1, 2, 3, 4 ഈ 4 LEDകളിൽ 3 മെഗാ ഓംസും 1 കിലോ ഓംസുമാണ് വരുന്നത്. ഈ ടോപ്പിലുള്ള LED, അതായത് ഈ LEDക്ക് കിലോ ഓംസാണ് കാണിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കിവിടെ ഈ കിലോ ഓംസിൽ വരുന്ന LED അതിൻ്റെ ഒരു ലെഗ് അങ്ങ് അഴിച്ചെടുക്കും, ഒരു ലെഗ് ഡീസോൾഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലെഗ് ഞാനിവിടെ നിന്ന് അഴിച്ചിട്ടിട്ടുണ്ട്. അതെ, വേണ്ട, മൂവ് ആകുന്നുണ്ട്, ഡീസോൾഡറിങ് ചെയ്തിട്ടുണ്ട്. അത് 1K ആണ് അവിടെ അത് കാണിക്കുന്നത്. ഇനി തിരിച്ച് ഞാനിതൊന്ന് ഓൺ ചെയ്യണം. ഇപ്പോൾ ഈ ലൈറ്റ് കത്തുന്നില്ല. ഓക്കെ, ഇനി ഞാൻ സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുകയാണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ആ LED നമ്മൾ അതിനകത്തുനിന്ന് അഴിച്ചെടുക്കുക. ഈ ഒരു LED ആണ് ഈ സ്റ്റാർട്ട് പോസ് ബട്ടണിനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സമ്മതിക്കാതിരുന്നത്. ഇവിടുത്തെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. നേരത്തെ ഇവിടെ 1.6 ഓംസ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ ഒരു കണക്ഷനിൽ ലീക്കേജ് ഉണ്ടായിരുന്നു. 1.6. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6.7 മെഗാ ഓം ആണ് കാണിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ LED പകരം വേറൊരു LED കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മളൊരു പുതിയൊരു LED, ഈ ഒരു ഇതിൻ്റെ സ്ഥാനത്ത് പുതിയൊരു LED കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ അവിടെ ഒരു വേറെ യെല്ലോ കളർ LED സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പവർ കൊടുത്ത് ഒന്നുകൂടെ ഓൺ ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു LED സെയിം കളറിൽ കത്തിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യണം. ഇനി അത് നോർമലി അത് സ്റ്റാർട്ടാവും. ഈ LEDയുടെ സൈഡിൽ 1 കിലോ അല്ലെങ്കിൽ 2 കിലോ ഓംസിന് താഴെ എന്തെങ്കിലും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ട് പ്ലേ പോസ് ബട്ടൺ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, ഇപ്പോൾ ഡോർ സ്വിച്ചിൻ്റെ എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ പ്രശ്നം. ലീക്കേജാണ് ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യാതെ ഇരിക്കുന്നതിനുള്ള കാരണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.